നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. UCLൻ്റെ മാച്ച് ഡേ 5 ഈ മിഡ് വീക്കിൽ കഴിഞ്ഞല്ലോ. ഇപ്പോൾ യുവേഫ മാച്ച് ഡേ 5 മികച്ച താരത്തെ പ്രഖ്യാപിച്ചിരിക്കുന്നു. ടീം ഓഫ് ദി വീക്കും പ്രഖ്യാപിച്ചിരിക്കുന്നു. ആരാണ് പ്ലെയർ ഓഫ് ദി വീക്ക് ആവാൻ അർഹത? 4 ഗോൾ അടിച്ച കിലിൻ എംബാപ്പെ ഉണ്ടാകുമ്പോൾ കിലിൻ എംബാപ്പയാണ് UCL പ്ലെയർ ഓഫ് ദി വീക്ക് പുരസ്കാരം സ്വന്തമാക്കിയിരിക്കുന്നത്. അദ്ദേഹമാണ് 1ാം സ്ഥാനത്ത് വന്നത്. 2ാമത് വിറ്റിഞ്ഞിട്ട്, കാരണം ഒരുപിടി മികച്ച പോരാട്ടങ്ങളും പ്രകടനങ്ങളും ഒക്കെ കണ്ടൊരു മിഡ് വീക്കാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വിറ്റിഞ്ഞ 2ാം സ്ഥാനത്ത് വരുന്നു. പിയർ-എമറിക് ഔബമേയാങ് ആണ് 3ാമത് വന്നിരിക്കുന്നത്. സെറോ ഗിറാസി 4ാമത് വന്നിരിക്കുന്നു. അപ്പോൾ എംബാപ്പെ വിൻസ് പ്ലെയർ ഓഫ് ദി വീക്ക്. ഇനി അതോടൊപ്പം തന്നെ ടീം ഓഫ് ദി വീക്ക് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ടീം ഓഫ് ദി വീക്കിൽ ഗോൾ കീപ്പറായിട്ടുള്ളത് ഫ്ലെക്കനാണ്. ബയർ ലെവർക്യൂസൻ്റെ ഗോൾ കീപ്പറാണ്. ഗോൾ കീപ്പർ റോളിലുള്ളത്. ഡിഫൻസിൽ നോക്കുമ്പോൾ കുക്കറയുണ്ട്. ചെൽസിയുടെ കുക്കറയ മികച്ച പ്രകടനമാണ് അദ്ദേഹം ബാഴ്സയ്ക്കെതിരെ നടത്തിയത്. അതോടൊപ്പം തന്നെ PSVയുടെ ഷൗട്ടൻ ഉണ്ട്. പിന്നെ അത്ലറ്റിക്കോ മാഡ്രിഡിൻ്റെ ഹിമിനസ്, ഒപ്പം തന്നെ യൂണിയൻ SGയുടെ കലൈലി എന്നിവരാണ് ഡിഫൻസിലുള്ളത്. മധ്യനിരയിലേക്ക് വരുമ്പോൾ കോപ്പൻഹേഗൻ്റെ റോബർട്ട് ഉണ്ട്. ആഴ്സണലിൻ്റെ റെയ്സ് ഉണ്ട്. പാരീസ് സെൻ ജെർമൻ്റെ വിറ്റീഞ്ഞ, അതുപോലെ അറ്റ്ലാന്റയുടെ ഡി കെറ്റ്ലെയർ എന്നിവരാണ് മധ്യനിരയിലുള്ളത്. മുന്നേറ്റം നോക്കുക: ഒളിമ്പിക് മാഴ്സയുടെ പിയർ-എമറിക് ഔബമേയാങ്, റയൽ മാഡ്രിഡിൻ്റെ കിലിയൻ എംബാപ്പെ. ഇതാണ് ടീം ഓഫ് ദി വീക്ക്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.